വാ അത് കേറിയിരിക്കാം. കേറാനും ഇരിക്കാനൊന്നും നേരല്ല. ഉപ്പ അവിടെ പോയി? ഉപ്പ അങ്ങാടി പോയതാ, ഉപ്പ വരും. എന്താണ് ഞാൻ പറയുന്ന കേട്ട് ഞെട്ടരുത്. റൂഫ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. മറ്റന്നാൾ ഇവിടെ ഇറങ്ങും. കുറെ കാലമായിട്ട് ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നല്ലോ എന്റെ ജീവിതം. അത് പറയാനാണെങ്കിൽ ഇരുന്ന് പറയണം. ഇപ്പൊ ഇനി എനിക്ക് സമയമല്ല. ചുരുക്കി പറഞ്ഞുതരാം. റൂഫിന് ചെയ്തു പോയ തെറ്റിന് വിഷമുണ്ട്. ഓനക്ക് തിരുത്തണം. നമ്മളോടൊക്കെ മാപ്പ് ചോദിക്കണം. ഈ പറഞ്ഞൊക്കെ ഇപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞാലും മതി. പക്ഷേ ഓൻ നേരിട്ട് വരുന്നത് ആബിദാനെ തിരിച്ചെടുക്കാനാണ്. അവളെ ഒഴിവാക്കിയതിന് അവൻ അതിന് മാത്രം വേദനയുണ്ട്. തിരിച്ചെടുക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും സുഹൃത്തുക്കൾ ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് അവൻ നാട്ടിലേക്ക് വരാൻ തന്നെ സമ്മതിച്ചത്. ടിക്കറ്റൊക്കെ സുഹൃത്തുക്കൾ തന്നെ ശരിയാക്കിയിട്ടുണ്ട്. ഏതായാലും ഓന്റെ ഈ വരവ് പെട്ടെന്ന് പബ്ലിക്കാക്കണ്ട. അപ്പൊ ഞാനവിടെ നടക്കണം. അങ്ങാടി ചെന്ന് ഉപ്പാനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണം. അവിടുന്ന് നേരെ ആബിദാന്റെ വീട്ടിൽ പോകണം. ഈ വിവരങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. അവളെ തിരിച്ചെടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. ഞാൻ വരട്ടമ്മ. എന്റെ മകൾ ആബിദ എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിന് പകരം ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്ത് ഇണയാക്കി തന്നിരിക്കുന്നു. നിങ്ങളുടെ മകൾ ആബിദ എന്നവളെ ഈ സ്വർണ്ണാഭരണം മഹറിന് പകരം നിക്കാഹ് ചെയ്ത് തന്നത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. തൃപ്തിപ്പെട്ടിരിക്കുന്നു. നിക്കാഹ് എങ്ങനെയാ വേണ്ടത്? ലളിതമായ ചടങ്ങ്. എന്തൊരു ഭംഗിയുണ്ട്. എന്നാലും ഒരു കോഴി ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ ഉഷാറായിരുന്നു അല്ലേ? നിന്നോടാണല്ലോ ഞാനിപ്പത് പറഞ്ഞത്. ഇവിടെ എന്തത്ര ആൾക്കാര്? അത് നമ്മൾ ആബിദാനെ നിക്കാഹായിരുന്നേ. ആബിദാനെ നിക്കാ? ആന്ന്. നിങ്ങൾ നിക്കാഹിന് വന്നതല്ലേ? അതെ. അല്ല, ഞാനിതിങ്ങനെ പോയപ്പോ അസ്സലാമലൈക്കും. വാലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ എന്റെ വർത്താനം? സുഖാണ്. ഇപ്പൊ വരും പോക്കൊക്കെ കുറഞ്ഞല്ലേ ജബ്ബാറെ? ആർക്കും ചിരിക്കാനും കളിക്കാനും താല്പര്യമില്ലണ്ടായില്ലേ? വാ അത്തേക്ക് ഇരിക്കാനൊന്നും നേരല്ല ആചാര്യ. ഞാനൊരു പ്രത്യേക കാര്യം പറയാനാ വന്നത്. റൌഫ് തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരേ? വന്നോട്ടെ. ആർക്കതിനി അതിനോനെ കാണ്ട്? എനിക്കും അവന്റെ മുഖം തന്നെ കാണണ്ട. അനക്കറിയോ, റൌഫിനെ സ്നേഹിച്ചതുപോലെ ഞാൻ എന്റെ മക്കളെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. കാര്യങ്ങൾ നമ്മൾ കണക്കുകൂട്ടിയ പോലെ അല്ല സംഭവിച്ചത്. ആബിദാനെ തിരിച്ചെടുക്കാനാണ് അവനിപ്പോ വരുന്നത്. അത് നന്നായി. ഓളെ നിക്കാഹ് ഇന്നലെ കഴിഞ്ഞത് ഈ അറിഞ്ഞിട്ടില്ല?
ആ കാര്യം സംസാരിക്കാനാണ് ഞാൻ ഇപ്പോ വന്നത്. റൌഫ് പഴയ റൌഫായിട്ടാണ് ഇപ്പോ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അവന് ആബിദയെ തിരിച്ചെടുക്കണം. ഇനിയുള്ള കാലം സന്തോഷായിട്ട് കഴിയണം. ഇനി അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓളെ നിക്കാഹ് കഴിഞ്ഞു പോയില്ലേ? ആ ഓനേതായാലും വരട്ടെ. നന്നാവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്ക് വേറെ ഏതെങ്കിലും നല്ല കല്യാണം നടത്തി കൊടുക്കാലോ. റൌഫ് തിരിച്ചു വരുന്നത് അവൻ ചെയ്തു പോയ തെറ്റ് തിരുത്താനാ. ആബിദാനെ തിരിച്ചെടുക്കാൻ കഴിയില്ലെങ്കിൽ അവൻ വരൂല. ഓൻ അങ്ങനെ വാശി പിടിച്ചാൽ നമ്മൾ എന്താ ചെയ്യാ? ഒരൊറ്റ മാർഗേ ഉള്ളൂ. ഹാജിയാരെ സഹായം കൂടി ആവശ്യപ്പെടാനാ ഞാൻ വന്നത്. പറഞ്ഞു, ഞാൻ എന്താ ചെയ്തു തരണ്ടേ? ആബിദാന്റെ ഭർത്താവിനെ കണ്ട് അവളെ മൊഴി ചൊല്ലാനൊന്ന് അപേക്ഷിച്ചു നോക്കാൻ. എന്താ ജബ്ബാറേക്ക് പറയണത്? ഇതെന്താ കുട്ടിക്കളിയാ? എനിക്ക് പറ്റൂല. ഒരു പെണ്ണിന്റെ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുക. അങ്ങനെയല്ല ആചാര്യ, ആ പെണ്ണിനൊരു ജീവിതം തിരിച്ചു കിട്ടുകയാണ് ചെയ്യുന്നത്. ആ 2 മക്കൾക്ക് അവരുടെ ബാപ്പാനെയാണ് തിരിച്ചു കിട്ടാൻ പോണത്. എന്നിട്ട് ഇതുവരെ എവിടെയാ ബാപ്പ? അതൊക്കെ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്തിന്റെ പേരിലായാലും ഒരു മനുഷ്യനോട് സ്വന്തം ഭാര്യനെ ഒഴിവാക്കാൻ ഞാൻ പറയില്ല. ഈ ചെന്ന് പറഞ്ഞോ, അന്റെ അളിനും വേണ്ടിയിട്ടാണെന്നെങ്കിലും സമാധാനിക്കാലോ.